ഈ മനുഷ്യൻ ഇതെവിടെയാ? സാവിത്രി ആകാംക്ഷയോടെ താഴേക്ക് നോക്കി. വീടിൻ്റെ മതിലിനരികിൽ മുറ്റത്ത് സ്കൂട്ടർ തുടച്ച് വൃത്തിയാക്കിക്കൊണ്ടിരിക്കുന്ന ഗോപിനാഥൻ. അവനെ ചുറ്റിപ്പറ്റി കളിപ്പാട്ടവുമായി മകൾ നടക്കുന്നുണ്ട്. തൂത്തും എനിക്ക് എങ്ങോട്ടാ യാത്ര? വീടിൻ്റെ ഉള്ളിൽ നിന്നും ശാസനയുടെ രൂപത്തിൽ ഗോപിയുടെ ഭാര്യയുടെ ശബ്ദം കേട്ടു. അയാൾ ഒന്ന് പരുങ്ങി. നാളെ ഒന്ന് അമ്പലത്തിൽ പോകണം. എന്തിന്? എന്താ ഇത്ര അത്യാവശ്യം? ഓ, മനസ്സിലായി, ബലിയിടാനായിരിക്കും. അവൾ വാതിൽപ്പടിയിൽ വന്നു നിന്ന് ഉറക്കെ പറഞ്ഞു. ജീവിച്ചിരിക്കുന്നവർക്ക് സ്വസ്ഥതയില്ല, അപ്പോഴാണ് മരിച്ചവരുടെ പുറകെ. നാളെ ഇവിടെ ഒരു 100 കൂട്ടം ജോലിയുണ്ട്. അതിനിടയിലാണ് അങ്ങേരുടെ പിതൃസ്നേഹം. ഞാൻ പോയിട്ട് ഒരു അരമണിക്കൂർ, വേഗം വരും. അത് പോയാലല്ലേ, അതിനുവേണ്ടി നിങ്ങളിവിടെ നിന്ന് ഇറങ്ങിയ പിന്നെ ഇങ്ങോട്ട് വരണമെന്നില്ല. ഗോപിനാഥൻ മൗനമാചരിച്ചു. നിങ്ങൾ ഞാനറിയാതെ ഒരുപാട് ചെലവ് ആവശ്യമില്ലാതെ നടത്തുന്നുണ്ട്. അമ്പലത്തിലേക്ക് ഒരു പെങ്കൊച്ചാണ് വളർന്നു വരുന്നത്, അത് മറക്കണ്ട. 10 50 രൂപ ഞാൻ അമ്പലത്തിൽ കൊടുക്കുന്നതാണോ ഇത്ര വലിയ ചെലവ്? നീ എന്തൊക്കെയായി പറയുന്നത്? അവൾ ദേഷ്യത്തോടെ പടിയിലേക്ക് ഇറങ്ങി നിന്നു. ദേ മനുഷ്യ, നിങ്ങളൊരു സർക്കാർ ഉദ്യോഗസ്ഥനാണെന്ന് ഓർമ്മ വേണം. അത് കണ്ടിട്ടാണ് അവിടെ ചെല്ലുമ്പോൾ അവരവരോ ആവശ്യം പറയുന്നത്. അതും കേട്ട് നിങ്ങൾ സംഭാവന കൊടുത്ത് മുട്ടി. ഒരു ഭക്തൻ. അവൾ മുരണ്ടു. പതുക്കെ പറ, നാട്ടുകാരെ കേൾപ്പിക്കണ്ട, അയാൾ ഓർമ്മിപ്പിച്ചു. ഞാനേ എൻ്റെ വീട്ടിലാണ് നിൽക്കുന്നത്, നാട്ടുകാരുടെ അല്ല. നാളെ നിങ്ങൾ എങ്ങും പോകുന്നില്ല, ഇവിടെ ഇരിക്കും. ഇനി പോയാ പോകുന്നില്ല പോരെ. അവൾ തറ കുലുങ്ങുമാറ് അമർത്തി ചവിട്ടി നടന്നുപോയി. നാശം. സ്കൂട്ടർ തുടച്ച തുണി അയാൾ ബക്കറ്റിലേക്ക് വലിച്ചെറിഞ്ഞു. അപ്പോൾ അതൊരു തീരുമാനമായി. സാവിത്രിയുടെ മുഖത്ത് ചെറുചിരി വിടർന്നു. ഇനി നാളെ അയാൾ ബലിയിടാൻ പോകില്ല. ഗോപിയുടെ അച്ഛൻ ആനന്ദേട്ടൻ മരിച്ച ദിവസം സാവിത്രിയുടെ ഓർമ്മകളിലേക്ക് കടന്നു വന്നു. 4 മക്കളാണ് ഈ വീട്ടിൽ. 2 പെണ്ണും 2 ആണുങ്ങളുമാണ്. ആൺകുട്ടികൾ 2ഉം ഇളയവരാണ്. ഗവൺമെൻറ് സർവീസിലിരിക്കെയാണ് ആനന്ദേട്ടൻ്റെ മരണം. അതുകൊണ്ട് മൂത്ത മകന് ജോലി കിട്ടും. പെൺമക്കൾ 2 പേരും വിവാഹിതരാണ്. അവർ സമ്മതിച്ചതുകൊണ്ട് ആ ജോലി ഗോപിക്ക് കിട്ടി. അവനാണ് കുടുംബത്തിൻ്റെ കാര്യം മുഴുവൻ പിന്നെ നോക്കിയിരുന്നത്. പ്രായപൂർത്തിയാകാത്തതിനാൽ ജോലി കിട്ടുന്നതിന് മുമ്പ് അവന് കുറച്ചുനാൾ കാത്തിരിക്കേണ്ടി വന്നു. നീക്കിയിരിപ്പുകളോ സ്വന്തം സമ്പാദ്യമോ ഒന്നും കരുതാത്ത ആനന്ദേട്ടൻ്റെ വിയോഗം ഏൽപ്പിച്ച ആഘാതം വളരെ വലുതായിരുന്നു. ആ സമയം ജീവിത ചെലവിന് തന്നെ വളരെയധികം ബുദ്ധിമുട്ടി. പലരുടെയും ദുർമുഖം കാണേണ്ടി വന്നു. ആനന്ദേട്ടൻ്റെ പഴയ സുഹൃത്തിൻ്റെ പലചരക്ക് കടയിലെ പണം കൊടുക്കുവാൻ കഴിയാതെ വന്നപ്പോൾ ഇളയ മകനോട് കടയുടമ പൊതിഞ്ഞു കെട്ടിയ സാധനങ്ങൾ തിരികെ വയ്ക്കാൻ ആവശ്യപ്പെട്ടു. മതി, കുറെ കാശ് തരാനുണ്ട്, അത് തന്നു കഴിഞ്ഞിട്ട് ഇനി തരാം. അച്ഛൻ്റെ പൈസ കിട്ടുമ്പോൾ പണം തരാം. അവൻ പറഞ്ഞെങ്കിലും അയാളത് കേട്ടതായി നടിച്ചില്ല. ഒരു 4ാം ക്ലാസ്സുകാരൻ്റെ ശബ്ദം കടയിലെ തിരക്കുകളിൽ മുങ്ങിപ്പോയി. തല താഴ്ത്തി കണ്ണു നിറഞ്ഞ് നടന്നു വരുന്ന അനന്തുവിൻ്റെ മുഖം അതിപ്പോഴും തൻ്റെ മനസ്സിലുണ്ട്. ഹോർലിക്സ് കുപ്പിയിൽ പണ്ടെങ്ങോ സൂക്ഷിച്ചു വെച്ച ക്ലാവ് പിടിച്ചു തുടങ്ങിയ ചില്ലറത്തൊട്ടുകൾ എണ്ണി തിട്ടപ്പെടുത്തി ഒരു കടലാസ് കഷണത്തിൽ പൊതിഞ്ഞ് അനന്തുവിന് നൽകി. അഭിമാനത്തോടെ അവൻ അതുമായി കടയിലേക്ക് തിരികെ നടന്നു. അന്നു മുതൽ താളും തകരയും വീട്ടിലെ അടുക്കളയിൽ നിത്യസന്ദർശകരായി. ആനന്ദേട്ടൻ ഉണ്ടായിരുന്നപ്പോൾ അല്ലലറിയാതെ കഴിഞ്ഞിരുന്ന മക്കൾ അരപ്പട്ടിണിയിൽ അന്തിയുറങ്ങുന്നത് കണ്ട് കണ്ണുകലങ്ങിയ രാത്രികളിൽ മനസ്സുകൊണ്ട് ചീരയും ചക്കക്കുരുവും തഴുതാമയും തേടി അരഞ്ഞിരുന്നു. താനും അനന്തവും അടുത്തുള്ള ക്ഷേത്രത്തിൽ ഇടയ്ക്കിടയ്ക്ക് സന്ദർശനം നടത്തും. ഉടയുന്ന നാളികേര കഷണങ്ങൾ ഇടയ്ക്കിടെ അത്താഴത്തിന് ചമ്മന്തിയായി രൂപപ്പെട്ടു. ഇതെവിടെ കൊണ്ടുപോകുന്നു? ഇത് ചമ്മന്തി അരയ്ക്കരുത്, ദൈവകോപം കിട്ടും. വലിയ തേങ്ങയുടെ കഷണം ചിരട്ടയിൽ നിന്ന് കടിച്ചെടുത്ത് ചവച്ചുകൊണ്ട് ക്ഷേത്ര ജീവനക്കാരൻ പറഞ്ഞു. പേടിയോടെ
അനന്തു വിഗ്രഹത്തിലേക്ക് നോക്കി നിന്നു. വ്രണപ്പെട്ട അഭിമാനത്തോടെ താൻ അവൻ്റെ കയ്യിൽ നിന്നും ആ കടലാസ് പൊതി വാങ്ങി തിരികെ ഏൽപ്പിച്ചു. ചവച്ച് ചാറുപറ്റിയ തേങ്ങ പറ്റിപ്പിടിച്ച പല്ലുകളുമായി അയാൾ ചിരിച്ചുകൊണ്ട് അത് വാങ്ങി. ഇത് പ്രസാദമാണ്. ഇത് പ്രസാദമായതുകൊണ്ട് ഇത് ചമ്മന്തി അരയ്ക്കാനോ അങ്ങനൊന്നും ഉപയോഗിക്കും. പിന്നെ ദൈവങ്ങളുടെ സ്വഭാവ സവിശേഷതകൾ ഉറക്കെ വിശദീകരിക്കുവാൻ തുടങ്ങി. അങ്ങനെ ഉപയോഗിക്കാൻ പാടില്ല, കറി വെക്കാൻ ഇത് ഉപയോഗിക്കരുത്, അങ്ങനെയാണ് ഭഗവാന്റെ കോപം ഉണ്ടാവും, അറിയാമോ? ഇതെല്ലാം കേട്ടിട്ടാവണം. തൊഴുതിറങ്ങുമ്പോൾ ശ്രീകോവിലിനുള്ളിൽ ഒറ്റത്തിരിയുടെ വെളിച്ചത്തിൽ വിഗ്രഹം തന്നെ നോക്കി ചിരിക്കുന്നത് പോലെ തോന്നി. ഗോപിയുടെ ജോലിക്ക് വേണ്ട കടലാസ് പണികൾ തകൃതിയായി നടക്കുന്നുണ്ട്. യാത്രാപ്പടിക്കും മറ്റ് ചെലവുകൾക്കും ഒരു തുക എല്ലാ മാസവും വേണം. സർക്കാർ ഓഫീസുകളിലേക്കുള്ള പോക്കുവരവിന് വേറെയും. ആകെ കൂടെ ആനന്ദേട്ടൻ്റെതായി താൻ കരുതി വെച്ച 2 ഗ്രാമിൻ്റെ മോതിരം പണയത്തിലാണ്. അത് ലേലം ചെയ്യുന്നു എന്ന കാർഡ് ഇന്നലെ കിട്ടി. അവസാനമായി അരിപ്പാത്രം തൂത്തുപറക്കിയിട്ട കഞ്ഞിക്കലത്തിനിടയിൽ വിറകിനൊപ്പം അത് വെച്ചു. ആളിക്കത്തിയ തീ അത് ആർത്തിയോടെ തിന്നു തീർത്തു. ബന്ധുക്കളെയും സ്വന്തക്കാരെയും അളവറ്റ് സ്നേഹിച്ച ആനന്ദേട്ടനെ അറിയാത്തവരായി മാറി എല്ലാ ബന്ധുക്കളും സുഹൃത്തുക്കളും. അതുവരെ കുട്ടികൾ കണ്ടിട്ടില്ലാത്ത ആനന്ദേട്ടൻ്റെ ജ്യേഷ്ഠനെ തൻ്റെ മക്കൾ ആദ്യമായി കണ്ടതും ആനന്ദേട്ടൻ്റെ മരണ ദിവസമാണ്. അന്ന് 2-3 കാറുകൾ മാത്രം ഉണ്ടായിരുന്ന ഈ ഗ്രാമത്തിൽ ഭാര്യാസമേതനായി കാറിൽ എത്തിച്ചേർന്ന അദ്ദേഹം വളരെ പെട്ടെന്ന് എല്ലാവരുടെയും ബഹുമാനത്തിന് അർഹനായി. നാട്ടിൽ അപൂർവമായ വിദേശ നിർമ്മിത ബ്രാൻഡിയോടൊപ്പം അയാൾ അനുജൻ്റെ ഓർമ്മകൾ 2 വീതം 3 നേരം കുടിച്ചിറക്കി. ചേട്ടൻ്റെ പണം കിട്ടുമ്പോൾ തന്നാൽ മതി. ചേച്ചി ആവശ്യമുള്ള സാധനങ്ങൾ ഞങ്ങളുടെ കടയിൽ നിന്ന് വാങ്ങിച്ചോളൂ, ഞാൻ ചേട്ടനോട് പറയാം. ടൗണിൽ പലചരക്ക് കട നടത്തുന്ന പ്രസന്നൻ്റെ ഭാര്യ പുഴക്കടവിൽ വെച്ച് പറഞ്ഞത് ദൈവത്തിൻ്റെ വാക്കുകൾ പോലെ തോന്നിയ ദിവസം. ഒരിക്കൽ വഴിയിൽ വെച്ച് കണ്ടുമുട്ടിയ പഴയ കൂട്ടുകാരി ജാനകിയടത്തി പരിചയം കാണിക്കുമെന്ന് വിചാരിച്ചതല്ല. കയ്യിൽ പിടിച്ചു നിർത്തി വിശേഷങ്ങൾ അന്വേഷിച്ചു. അവർ വിളിച്ചു നൽകിയ നാളികേരവും ചക്കയും മാങ്ങയും ഞായറാഴ്ചകളെ സമ്പുഷ്ടമാക്കി. എന്താവശ്യമുണ്ടായാലും പറഞ്ഞാൽ മതി, കുറച്ചൊക്കെ എനിക്ക് സഹായിക്കാൻ കഴിയും. അവരുടെ വാക്കുകൾ തന്നെ മതിയായിരുന്നു മനസ്സ് നിറയാൻ. മൂത്ത മകളുടെ പ്രസവത്തിനും അതിനുശേഷം അവൾക്കുണ്ടായ ആരോഗ്യ പ്രശ്നങ്ങളും കുറച്ചൊന്നുമല്ല സാമ്പത്തികമായി ക്ഷീണിപ്പിച്ചത്. സമ്പാദ്യങ്ങൾ നഷ്ടമായ കാരണങ്ങളിൽ ഒന്ന് അതായിരുന്നു. കുടുംബത്തിൽ ആകെയുണ്ടായിരുന്ന സർക്കാർ ശമ്പളക്കാരനായ ആനന്ദേട്ടനെ ആവശ്യമുള്ളവർ ഒരുപാടുണ്ടായിരുന്നു. ഒരാളെയും അദ്ദേഹം ഒഴിവാക്കിയതായി തനിക്കറിയില്ല. അദ്ദേഹത്തിൻ്റെ സഞ്ചയനത്തിനും അടിയന്തരത്തിനും വന്ന് മക്കൾക്ക് ആവശ്യത്തിലധികം ഉപദേശങ്ങൾ നൽകി ബന്ധുക്കൾ കണ്ണുനീർ തുടച്ച് തിരികെ പോയി. പിന്നെ ആരെയും ഈ വഴി കണ്ടിട്ടില്ല. ചിലർക്ക് ആനന്ദേട്ടൻ്റെ ഒരു ഫോട്ടോയായിരുന്നു ആവശ്യം. അതെന്തിനായിരുന്നോ എന്തോ. സാവിത്രി നെടുവീർപ്പെട്ടു. ആ അവധിക്കാലം അവസാനിച്ചു. സ്കൂൾ തുറക്കാറായി. അനന്തുവിൻ്റെ പഴയ സ്കൂൾ ബാഗുകൾ പഴയ തുണികളെ ഗർഭം ധരിച്ച് ഉദരം വീർത്ത അവസ്ഥയിലായിരുന്നു. ആ ആലസ്യത്തിൽ അവർ ചുവരിലെ ആണിയിൽ തൂങ്ങിക്കിടന്നു. കഴിഞ്ഞ വർഷത്തെ സ്കൂൾ ബാഗുകൾ കഴുകി വെയിലത്ത് ഉണക്കാൻ വെക്കുന്നത് കണ്ടപ്പോൾ ഇതെന്തിനാണ് അമ്മേ? അനന്തു ചോദിച്ചു. ഇത് ഈ വർഷം കൂടി ഇത് കൊണ്ടുപോകൂ. വശം കീറിയ യൂണിഫോം നിക്കർ തുന്നിക്കൊണ്ട് താൻ പറയുമ്പോൾ എല്ലാ വർഷവും പുത്തൻ ഉടുപ്പുമായി സ്കൂളിൽ പോകുന്നതോർത്താവാം അവൻ്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. എല്ലാവരും പുത്തൻ യൂണിഫോം കൊണ്ടുവരും, എനിക്ക് മാത്രം. അവൻ ചിണുങ്ങി. എല്ലാ വർഷവും ആനന്ദേട്ടനായിരുന്നു അവനെയും കൊണ്ടുപോയി യൂണിഫോമിന് തുണിയെടുക്കുന്നത്. മണിച്ചേട്ടൻ്റെ തയ്യൽക്കടയിലെ പുതുവസ്ത്രങ്ങളുടെ മണത്തിൽ മുങ്ങി അളവെടുത്ത് മടങ്ങുമ്പോൾ മുതൽ പുത്തൻ കോടിയെക്കുറിച്ചാണ് അവൻ്റെ ചിന്ത. ഇടയ്ക്കിടയ്ക്ക് അവിടെ പോയി കാവൽ നിൽക്കും. കുട്ടിയല്ലേ, മനസ്സിലാക്കുവാൻ സമയമെടുക്കും. മോനെ, അച്ഛൻ മരിച്ചുപോയില്ലേ? നമ്മുടെ സ്ഥിതി വളരെ മോശമാണ്. അവനെ പറഞ്ഞു മനസ്സിലാക്കാൻ ഒരുപാട് ബുദ്ധിമുട്ടി. എങ്കിലും
അവൻ്റെ സങ്കടം കാണാതിരിക്കാൻ കഴിഞ്ഞില്ല. പുത്തൻ കോടി കൊത്തിച്ച അവനെ തെറ്റു പറയാൻ പറ്റില്ല. പഴയ ഷർട്ട് പരിശോധിച്ചു. നീലം മുക്കി പുതിയതുപോലെയാക്കാൻ ഒരുപാട് കഷ്ടപ്പെട്ടു. വെളുത്ത നിറമുള്ള കോളർ കീറിയ ആ പഴയ യൂണിഫോം ഷർട്ട് ചിരട്ട കത്തിക്കരിഞ്ഞ തേപ്പുകെട്ടി വളരെ പണിപ്പെട്ട് കഞ്ഞിപ്പശയോടൊപ്പം നിവർത്തി തന്നു. സ്കൂൾ തുറന്ന ദിവസം അതുമിട്ട് സന്തോഷത്തോടെ തിരിഞ്ഞു നോക്കി നടന്നു പോകുന്ന അവൻ്റെ ചിത്രം സാവിത്രി വീണ്ടും ഓർത്തെടുത്തു. ഗോപിക്കുട്ടൻ ഇടയ്ക്ക് ചെറിയ ജോലികൾക്ക് പോകും. അതിൽ നിന്ന് കിട്ടുന്ന ചെറിയ വരുമാനം കൊണ്ട് കാര്യങ്ങളൊക്കെ നടത്തും. അണ്ണാറക്കണ്ണനും തന്നാലായത്. അനന്തു അടുത്തുള്ള പച്ചക്കറിക്കടയിൽ ഇടയ്ക്ക് സഹായത്തിന് നൽകും. സവാളയും മറ്റും ചാക്കിലേക്ക് തൊലി പൊളിച്ച് നിറച്ചു കിട്ടുന്ന 1-2 രൂപ കൊണ്ടുതരും. പണം കൊണ്ട് തൻ്റെ മക്കൾ ദരിദ്രരാണെങ്കിലും ഗുണം കൊണ്ട് അവർ സമ്പന്നരാണ്. ഒരു തരത്തിൽ ജീവിതം മുന്നോട്ട് നീക്കി. മാസങ്ങൾ വളരെ പണിപ്പെട്ട് ഒച്ചിനെ പോലെ ഇഴഞ്ഞു നീങ്ങി. അനുജനോടുള്ള സ്നേഹമോ സഹായമനസ്കതയോ കുടുംബസ്നേഹമോ എന്താണെന്നറിയില്ല. ഇടയ്ക്കിടയ്ക്ക് ഭാര്യാസമേതനായി പലഹാരപ്പൊതികളുമായി കുട്ടികളുടെ വല്യച്ഛൻ ചില ദിവസങ്ങളിൽ സന്ദർശനം നടത്തിക്കൊണ്ടിരുന്നു. ആനന്ദേട്ടൻ്റെ കട്ടിലിൽ ഭാര്യയുടെ മടിയിൽ കാൽ കയറ്റി വെച്ച് ചരിഞ്ഞു കിടക്കുന്ന അയാളുടെ രൂപം ചുവരിലെ പഴകിയ ജ്വല്ലറിയുടെ കലണ്ടറിൽ പുക പിടിച്ച മഹാവിഷ്ണുവിൻ്റെ ചിത്രത്തെ അനുകരിക്കുന്നത് പോലെ തോന്നി. തിരികെ മടങ്ങുമ്പോൾ 10-20 രൂപ മക്കളുടെ പോക്കറ്റിൽ തിരികെ വെച്ചു കൊടുത്തുകൊണ്ട് അയാൾ ആനന്ദേട്ടൻ്റെ ഫോട്ടോയിൽ നോക്കി നെടുവീർപ്പിടും. 1 കിലോ അരിക്ക് 3 രൂപ വിലയുള്ള ആ കാലഘട്ടത്തിൽ അത് വലിയൊരു തുകയായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് കത്തുകളുടെ രൂപത്തിൽ സ്ഥിതിവിവരങ്ങൾ അയാൾ അന്വേഷിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ഇരിക്കെ ആശ്വാസമുണർത്തിക്കൊണ്ട് ആനന്ദേട്ടൻ്റെ പ്രൊവിഡന്റ് ഫണ്ട് കിട്ടി. അതുകൊണ്ട് ആദ്യം തീർത്തത് പലചരക്ക് കണക്കാണ്. അനന്തുവിനെ തിരിച്ചയച്ച പഴയ പലചരക്ക് കടയുടമ ഇപ്പോൾ കാണുമ്പോൾ ചിരിച്ചു തുടങ്ങിയിട്ടുണ്ട്. രാത്രി മണ്ണെണ്ണ വിളക്കിൻ്റെ വെളിച്ചത്തിൽ ബാക്കി തുക എണ്ണി തിട്ടപ്പെടുത്തുമ്പോൾ കണ്ണുകൾ സമുദ്രങ്ങളായി. ആനന്ദേട്ടൻ്റെ ഒരു ജീവിതകാലത്തെ സമ്പാദ്യം 60,000 രൂപ. പെൺമക്കൾ വീട്ടിൽ നിത്യസന്ദർശകരായി മാറാൻ തുടങ്ങി. ആവശ്യങ്ങളെല്ലാം മുന്നിൽ അക്കമിട്ട് നിരന്നു നിന്നു, തൻ്റെ രോഗാരിഷ്ടതകൾ ഉൾപ്പെടെ. എങ്കിലും വരാൻ പോകുന്ന ഇല്ലായ്മയുടെ കാലങ്ങളിലേക്ക് ആ പണം നീക്കിവെക്കാൻ തീരുമാനിച്ചു. അനന്തുവിനെ സ്കൂളിൽ അയച്ച് വീട് പൂട്ടി പുറത്തേക്ക് ഇറങ്ങാനൊരുങ്ങവേ മുന്നിൽ ഭാര്യാസമേതനായ ഭർത്തൃ സഹോദരൻ സ്വർണ്ണപ്പല്ല് കാട്ടി ചിരിച്ചു നിന്നു. അയാളെ സ്വീകരിച്ചിരുത്തി. തിരികെ കയറി പണം അരിപ്പാത്രത്തിലേക്ക് നിക്ഷേപിച്ച് വീണ്ടും അടുക്കളയിലേക്ക്. വൈകുന്നേരം ബന്ധു സന്ദർശനമുള്ളപ്പോൾ മാത്രം കിട്ടുന്ന ചുവന്ന ഹൽവയിലേക്ക് സൂക്ഷിച്ചു നോക്കിക്കൊണ്ട് അനന്തു ഇരുന്നു. അത്താഴത്തിന് ശേഷമുള്ള സൗഹൃദ സംഭാഷണത്തിനിടയിൽ അയാളുടെ ആവശ്യം ഉന്നയിച്ചു. ഇളയ മകളുടെ കല്യാണത്തിന് അത്യാവശ്യമായി കുറച്ച് പണം വേണം. ആനന്ദേട്ടൻ്റെ പ്രൊവിഡന്റ് ഫണ്ടിൽ കണ്ണുവെച്ചാണ് അയാളുടെ വരവ്. 6 മാസത്തിനുള്ളിൽ ഈ പൈസ തരും. ഇനി അതിനിടയ്ക്ക് എന്തെങ്കിലും ആവശ്യം വന്നാൽ എപ്പോൾ വേണേലും ആവശ്യപ്പെട്ടു തരാം. 60 രൂപയുടെ പലഹാരം കൊണ്ടുവന്നയാൾ 50,000 രൂപയുമായി മടങ്ങി. മാസങ്ങൾ വീണ്ടും കടന്നുപോയി. എല്ലാ മാസവുമുള്ള അവരുടെ സന്ദർശനം ഇതിനിടയ്ക്ക് എപ്പോഴോ അവസാനിച്ചിരുന്നു. ആർഭാടമായിരുന്നു അയാളുടെ മകളുടെ വിവാഹം. അവിടെ എത്തി വിവാഹത്തിൽ പങ്കെടുത്ത് മടങ്ങിപ്പോരുമ്പോൾ ബ്രാണ്ടിയുടെ മണമുള്ള അയാൾ ഒരക്ഷരം പോലും തന്നോട് മിണ്ടിയില്ല. ഇപ്പോൾ 7 മാസങ്ങൾ പിന്നിട്ടിരിക്കുന്നു. ഓരോ മാസം കഴിയുന്തോറും ആവശ്യങ്ങൾ കത്തുകളുടെ രൂപത്തിൽ അയാളുടെ അടുത്തേക്ക് എത്തിച്ചുകൊണ്ടിരുന്നു. 1000-ഉം 2000-വുമായി ചെറിയ തുകകൾ ഇടയ്ക്കിടയ്ക്ക് വന്നുകൊണ്ടുവരുന്നു. ഉറുമ്പ് അരിമണി ശേഖരിക്കുന്നത് പോലെ അത് താൻ ബാങ്കിൽ നിക്ഷേപിച്ചു. ആനന്ദേട്ടൻ്റെ മരണശേഷം 1.5 വർഷം പൂർത്തിയായ ഒരു ഞായറാഴ്ച 4000 രൂപയുമായി ഭാര്യാസമേതനായി മകൻ്റെ കല്യാണ കഥയുമായി വീണ്ടും അയാൾ തൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു. അങ്ങനെ 44,000 രൂപയിൽ ആ പണമിടപാട് അവസാനിപ്പിച്ചു. ഗോപിക്ക് ഇതിനിടയിൽ ജോലി ലഭിച്ചിരുന്നു. തൻ്റെ വിധവാ പെൻഷനും ലഭിക്കാൻ തുടങ്ങി. നിനക്കിപ്പോൾ പണത്തിന് അത്യാവശ്യമൊന്നുമില്ലല്ലോ.
ഇപ്പോൾ ഒരു വരുമാനമൊക്കെ ആയില്ലേ. ചേട്ടൻ്റെ ഭാര്യ കനം തൂങ്ങിയ സ്വർണമാല സാരിയുടെ പുറത്തേക്ക് വലിച്ചിട്ടുകൊണ്ട് ചോദിച്ചു. ഇത് ഇമിറ്റേഷൻ അല്ലേ? തൻ്റെ കഴുത്തിലേക്കാണ് അവരുടെ നോട്ടം. താനൊന്നും മിണ്ടിയില്ല. അത്താഴമുണ്ടിരിക്കെ മീൻകറിയുടെ പാത്രം കാലിയാക്കിക്കൊണ്ട് ചേട്ടൻ പറഞ്ഞു. ഒരിക്കലെന്തോ ആവശ്യത്തിന് ഞാൻ ആനന്ദന് ഒരു 10,000 രൂപയോളം കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം അവനെ ആ വഴി കണ്ടിട്ടില്ല. അന്നവൻ അത്ര അത്യാവശ്യം ഉണ്ടായിട്ടായിരിക്കും കരഞ്ഞു ചോദിച്ചപ്പോൾ ഞാനങ്ങ് കൊടുത്തു. അല്ലേടി? ആ, ഇപ്പൊ പറഞ്ഞപ്പോഴാ ഞാനത് ഓർക്കുന്നുണ്ട്. ശരിയാ. മാസങ്ങളോളം ഇവിടെ വന്നു പോയിട്ടും ഇതുവരെ പറയാത്ത പുതിയൊരു കഥ ഭാവവ്യത്യാസങ്ങളൊന്നുമില്ലാതെ അയാൾ തൻ്റെ മുഖത്ത് നോക്കാതെ അവതരിപ്പിച്ചു. സ്വന്തം ആവശ്യങ്ങളും പ്രാരാബ്ധങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും പാൽക്കാരനും പത്രക്കാരനും പലചരക്ക് കടയിലും കൊടുക്കുവാനുള്ള പണം കൃത്യമായി തന്നെ ഏൽപ്പിക്കുന്ന ആനന്ദേട്ടൻ്റെ മുഖം അവളുടെ മനസ്സിലൂടെ മിന്നിമാറി. ആരുടെയും മുന്നിൽ കൈനീട്ടരുതെന്ന് മക്കളെ പഠിപ്പിച്ചിരുന്ന, സഹായം ചോദിച്ചെത്തുന്നവർക്ക് അഭയവും ആഹാരവും കൊടുത്തിരുന്ന തൻ്റെ ഭർത്താവിൻ്റെ മരണശേഷം സ്വന്തം സഹോദരൻ തന്നെ ആരോപണം ഉന്നയിച്ചിരിക്കുന്നു. അങ്ങനെ വരാൻ ഒരിക്കലും സാധ്യതയില്ല. അത് പറയുമ്പോൾ തൻ്റെ ശബ്ദത്തിന് ഒരു കാഠിന്യമുണ്ടായിരുന്നു. അതെന്താ ഇത്ര ഉറപ്പ്? ചെറിയ പുച്ഛത്തോടെ ഏട്ടത്തി ചോദിച്ചു. എനിക്കറിയാം, ആവശ്യം പറഞ്ഞ് വാങ്ങിക്കൊണ്ട് പോകാനല്ലാതെ ഒരാളും ഈ മുറ്റത്ത് വന്നിട്ടില്ല, നിങ്ങളടക്കം. പിന്നെ എൻ്റെ ഭർത്താവ് ഭിക്ഷക്കാരനല്ല. വായിച്ചുകൊണ്ടിരുന്ന പുസ്തകത്തിൽ നിന്നും മുഖമുയർത്തി അനന്തു വിടർന്ന കണ്ണിൽ നിറഞ്ഞ അത്ഭുതത്തോടെ തന്നെ നോക്കി. ആദ്യമായി താൻ ശബ്ദമുയർത്തി സംസാരിക്കുന്നത് കേട്ടിട്ടാവണം. മീൻചാറിൽ മുക്കിയ അവസാന ഉരുള വായിലേക്ക് തിരികിയ അയാൾ പിന്നെ സംസാരിച്ചില്ല. അയാളുടെ ഭാര്യ അത് കേൾക്കാത്ത ഭാവത്തിലിരുന്നു. പിന്നെ കാലിയായ പ്ലേറ്റുമെടുത്ത് ഏട്ടത്തി അടുക്കളയിലേക്ക് പോയി. പൂമാലയ്ക്ക് നടുവിലിരിക്കുന്ന ആനന്ദേട്ടൻ്റെ ഫോട്ടോയിലേക്ക് നിറകണ്ണുകളോടെ താൻ നോക്കി. ആ മുഖത്ത് ഒരു പുഞ്ചിരി ഉണ്ടായിരുന്നു. പിറ്റേന്ന് അതിരാവിലെ തന്നെ ജ്യേഷ്ഠനും ഭാര്യയും പോകാൻ തയ്യാറായി. കാപ്പി കുടിക്കാൻ ക്ഷണിച്ചുവെങ്കിലും അവർ വന്നില്ല. വരില്ല എന്ന് തനിക്കറിയാമായിരുന്നു. അനന്തുവിൻ്റെ നേരെ അയാൾ നീട്ടിയ 10 രൂപ നോട്ട് നിഷേധിച്ചുകൊണ്ട് അവൻ തന്നോട് ചേർന്ന് നിന്നു. അവർ പടിയിറങ്ങിപ്പോയി. പിന്നീട് അവർ വന്നിട്ടില്ല. എല്ലാം ഇന്നലെ കഴിഞ്ഞതുപോലെ തോന്നുന്നു. വർഷങ്ങൾ വീണ്ടും കടന്നുപോയി. തൻ്റെ പെൻഷൻ തുകയിൽ ഒരു ഭാഗം കൃത്യമായി ഗോപിയുടെ പേരിൽ അക്കൗണ്ടിൽ നിക്ഷേപിച്ചിരുന്നു. പെൺമക്കൾ മാറി മാറി വീട്ടിൽ ഇടയ്ക്ക് സന്ദർശകർ. ഈ വരവുമാല അമ്മയ്ക്കൊന്ന് മാറ്റിക്കൂടെ? നാത്തൂൻ്റെ കല്യാണം വിളിക്കാൻ വന്നപ്പോൾ രണ്ടാമത്തെ മകളുടെ നിർബന്ധം. ഇപ്പം പറയത്തക്ക പ്രാരാബ്ദമൊന്നുമില്ലല്ലോ. കല്യാണത്തിന് വരുമ്പോൾ എല്ലാവരും നോക്കും. ഞാനൊരു നല്ല മാല അമ്മയ്ക്ക് കണ്ടുവച്ചിട്ടുണ്ട്. 2 പവനോളം ഉണ്ട്. നല്ല ഡിസൈൻ. ഒരു 3ൻ്റെ പകിട്ടുണ്ട്. അതമ്മ വാങ്ങ്. അവൾ അങ്ങനെയാണ്. ഭർത്താവിൻ്റെ വീട്ടിലെ സൗകര്യങ്ങളെക്കുറിച്ച് എപ്പോഴും വാചകമാണ്. നാത്തൂൻ ആ മാല സെലക്ട് ചെയ്തപ്പോൾ അതുപോലത്തെ ഒരെണ്ണം അമ്മയ്ക്കുണ്ടെന്ന് ഞാൻ നാത്തൂനോട് പറയുകയും ചെയ്തു. ഇനി കല്യാണത്തിന് വരുമ്പോൾ മാലയില്ലെങ്കിൽ നാണക്കേടാ. അവരൊക്കെ ശ്രദ്ധിക്കും. ഗോപിക്ക് ജോലിയില്ലേ? ഇനി അമ്മയ്ക്കെന്താ? നീ എന്തിനാ അങ്ങനെയൊക്കെ പറയാൻ പോയത്? ഇരിക്കട്ടെന്ന്. അവരൊക്കെ അടുത്ത ആഴ്ച കല്യാണം വിളിക്കാൻ നേരിട്ട് വരും. നാത്തൂൻ അതൊക്കെ നോക്കും. ആ, നോക്കട്ടെ. അമ്മ ഒത്തിരി ക്ഷീണിച്ചു പോയി കേട്ടോ. അതിനുശേഷം എല്ലാ ദിവസവും വീട്ടിലെത്തി അവൾ നിർബന്ധിക്കും. തന്നെക്കൊണ്ട് ആ മാല അവൾ വാങ്ങിപ്പിക്കുക തന്നെ ചെയ്തു. വിവാഹ വീട്ടിൽ ഓരോരുത്തരുടെയും അടുത്ത് ചെന്ന് പ്രത്യേകം തന്നെ കൊണ്ടുപോയി പരിചയപ്പെടുത്തി. വീട്ടിലെത്തിയതും താനത് അലമാരയിൽ ഭദ്രമായി പൂട്ടിവെച്ചു. പിന്നീട് ഇളയ മകൾ വീട്ടിൽ ആഴ്ചയിലൊരിക്കൽ വരാൻ തുടങ്ങി. അമ്മ ഒത്തിരി ക്ഷീണിച്ചു പോയി കേട്ടോ. വരുമ്പോഴെല്ലാം ആ മാലയെക്കുറിച്ച് മാത്രമായിരിക്കും അവളുടെ സംസാരം. അമ്മ 2 പവൻ്റെ മാല വാങ്ങിയെന്നൊക്കെ കേട്ടു. മൂത്ത മകൾ വന്നപ്പോൾ മൂർച്ച കൂട്ടി സംസാരിച്ചു തുടങ്ങി. എന്തു പറ്റി? എൻ്റെ കല്യാണത്തിന് ആകെ കൊടുത്തുന്നത് 7 പവനാ, 20,000 രൂപയും. അവൾക്ക് 15 പവനും കൊടുത്തു. എൻ്റെ ചേട്ടൻ പാവമായതുകൊണ്ട് ഇതുവരെ ഒന്നും ചോദിച്ചില്ല.
കണ്ടറിഞ്ഞ് സഹായിക്കേണ്ടത് നമ്മുടെ കടമയല്ലേ? ഇപ്പോൾ നമ്മുടെ സ്ഥിതി മെച്ചപ്പെട്ടപ്പോൾ എന്തെങ്കിലുമൊക്കെ എൻ്റെ ഭാഗത്തുനിന്നും കൊടുക്കണ്ടേ? വീടൊന്ന് പൊളിച്ചു പണിയണമെന്ന് വിചാരിക്കാൻ തുടങ്ങിയിട്ട് കുറേ നാളായി. വാർക്കണമെന്ന് വിചാരിക്കുന്നു. 2 മുറിയെങ്കിലും കൂടുതലായി എടുക്കണം. പതിയെ മുകളിലേക്ക് ഒരു നില കൂടി പണിയാമല്ലോ. അതാവുമ്പോൾ അമ്മയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് വന്ന് കുറേ കാലം താമസിക്കാം. പിന്നെ ഞാനവിടെ വന്ന് താമസിക്കാൻ പോവില്ലേ? അപ്പോൾ ഗോപിയുടെ കാര്യമൊക്കെ ആരാ നോക്കുക? അവനോട് പോകാൻ പറ. അമ്മ ഇവിടെ കിടന്ന് അടുക്കള വേറെ എടുക്കണ്ട, വല്ല കാര്യമുണ്ടോ? അമ്മയ്ക്ക് പെൻഷനില്ലേ? ഇവിടെ കിടന്ന് കഷ്ടപ്പെടണ്ട, ഞാൻ നോക്കിക്കോളാം. അവിടെ വന്ന് നിന്നൂടെ? അവളുടെ ആവശ്യങ്ങളുടെ പട്ടിക നീണ്ടു. 7 പവൻ മാത്രമാണ് ഏട്ടൻ വാങ്ങിയത്. അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ കാര്യമായിട്ട് അമ്മ തരണം. എന്നെ പൊന്നുപോലെയാണ് നോക്കുന്നത്. നിന്നെ കല്യാണം കഴിച്ചു വിടുന്ന കാലത്ത് 7 പവനും 20,000 രൂപയും അന്നത് വലിയൊരു തുകയായിരുന്നു. അതുണ്ടാക്കാൻ അച്ഛൻ കുറേ കഷ്ടപ്പെട്ടു. നിനക്ക് സഹായം വല്ലതും വേണമെങ്കിൽ ചോദിക്കാം. അതിന് അച്ഛൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ ആ മുതലിനെ വില കുറച്ച് കാണരുത്. നിങ്ങൾ പണി തുടങ്ങിക്കോ, ഒരു തുക ഞാൻ തരാം. ഇനി അതിനെക്കുറിച്ച് അധികം സംസാരിക്കണ്ട. ആ സംസാരം അവിടെ അവസാനിച്ചു. പിന്നെ അമ്മയുടെ 2 പവൻ്റെ മാല അവളുടെ മകൾക്ക് കൊടുക്കാമെന്ന് അമ്മ പറഞ്ഞത് കേട്ടല്ലോ. ശരിയാണോ അമ്മേ? നീ വല്ലതും കഴിക്ക്. അല്ല, അവൾ അങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കുന്നുണ്ട്, സൂക്ഷിക്കണം. ആ, കഴിക്ക്. അല്ല, അമ്മ അതൊക്കെ ഒന്ന് ഓർത്തോണം. നാളത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് അറിയാമോ? അവൾ മിണ്ടിയില്ല. അറിയില്ലല്ലേ? നാളെ അച്ഛൻ്റെ ആണ്ടാണ്. ഇടയ്ക്ക് അതൊക്കെ ഒന്ന് ഓർക്കണം. നമുക്ക് വേണ്ടിയാണ് മരണം വരെ അച്ഛൻ കഷ്ടപ്പെട്ടത്. അവൾ മൗനമായി നിന്നുവെങ്കിലും മുറിഞ്ഞുപോയ ചോദ്യം അവളുടെ മുഖത്ത് അവശേഷിച്ചിരുന്നു. ആ മാല അവൾക്ക് കൊടുക്കാമെന്ന് പറഞ്ഞത് ശരിയാണോ അമ്മേ? ഇതുവരെ കഴിഞ്ഞില്ലേ? ഗോപിയുടെ ഭാര്യയാണ് സാവിത്രി. ഓർമ്മകളിൽ നിന്നും ഞെട്ടി ഉണർന്നു. വീണ്ടും താഴെ നിന്നും ശബ്ദം. നിങ്ങൾ എന്തായി കാണിക്കുന്നേ? അങ്ങോട്ടേക്ക് ശ്രദ്ധിച്ചിരുന്നു. നിങ്ങൾ ഇതെന്താ മനുഷ്യ, പറഞ്ഞാൽ മനസ്സിലാവില്ലേ? അവൾ കലിതുള്ളി നിൽക്കുകയാണ്. എൻ്റെ പപ്പ ഇപ്പം ഇങ്ങോട്ട് വരും. ആശുപത്രി കൊണ്ടുപോകണം. പിന്നെ കൊച്ചിനെ കൊണ്ട് സ്കൂളിൽ വരണം. എന്നിട്ട് വരുന്ന വഴി ഒരു 2 കിലോ പോത്തിറച്ചി വാങ്ങണം. നാളെ അനിയത്തിയും ഭർത്താവും വരും. നിന്നോട് ഞാൻ പറഞ്ഞില്ലേ നാളെ വാവാണ് ബലിയിടാൻ പോകണമെന്ന്? ഇതെന്താ ഇപ്പം പുതിയൊരു വിശ്വാസം? ഇത്രയും കാലം നിങ്ങൾക്ക് പോകണ്ടായിരുന്നല്ലോ. അതിന് നീ എപ്പോഴാണ് പോകാൻ സമ്മതിച്ചിട്ടുള്ളത്? ആ സമയമാകുമ്പോൾ ഇതുപോലെ എന്തെങ്കിലും കാരണം പറഞ്ഞ് നീ അത് മുടക്കും. ഇത്തവണയെങ്കിലും അത് നടക്കണം. എൻ്റെ വിശ്വാസം എനിക്ക് വലുതാണ്. അച്ഛൻ മരിച്ച ശേഷം അമ്മ ഒരു തവണ പോലും ബലിതർപ്പണം മുടക്കാൻ അനുവദിച്ചിട്ടില്ല. പിന്നെ വല്ല കാര്യമായിപ്പോയി. അത് നിനക്കിതുവരെ മനസ്സിലായിട്ടില്ല. കാരണം നിനക്കിതുവരെ ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല. നിങ്ങളതിനായിട്ട് പൈസ കൊണ്ട് കളയുന്നത് എന്തിനാണ്? അതാണ് ഞാൻ ചോദിക്കുന്നത്. ദക്ഷിണയായി ഏറിയ 100 രൂപ, അതല്ലേ ഉള്ളൂ മുടക്ക്. 100 രൂപയ്ക്ക് 100 രൂപ വേണ്ടേ? ഒരു പെൺകുട്ടിയാണ് വളർന്നു വരുന്നത്. ചെലവേ നിയന്ത്രിക്കണം. അവളുടെ ശബ്ദം വർദ്ധിച്ചു. നീ അലറാതെ. ഈ 2 വയസ്സുള്ള കൊച്ചിനാണോ നീ ഇപ്പോൾ കെട്ടിക്കാൻ പോണത്? നീ പറയുന്നത് കേട്ടാ ഞാനെന്തോ ദൂർത്തടിച്ച് തീർക്കുന്ന പോലെയാണല്ലോ. ഈ വീട് വെച്ച കടം ഇതുവരെ തീർന്നിട്ടില്ല. അതുടനെ തീരുകയില്ല. അത് നിന്റെ നിർബന്ധ ബുദ്ധി കാരണം. ഇപ്പോൾ അത് ഇരട്ടി തുകയായി. സ്വന്തം കാര്യം നോക്കാൻ കഴിവില്ലാഞ്ഞിട്ടൊന്നും അല്ലല്ലോ നിന്റെ പപ്പയും മമ്മിയും വീട് അടച്ചു പൂട്ടി ഇവിടെ വന്ന് കൂടിയത്. നിനക്കല്ലേ ഒരു ചേച്ചി? അവരാരെങ്കിലും തിരിഞ്ഞു നോക്കുന്നുണ്ടോ? അനിയത്തി, അവളെന്താ വന്ന് നോക്കാത്തത്? പിന്നെ അനിയത്തിയും കെട്ടിയവനും മാസാമാസം വന്ന് കയറുമ്പോൾ അതിൻ്റെ ചിലവ്, അവരുടെ അടുത്ത് പൊങ്ങച്ചം കാണിക്കാൻ നീ വാങ്ങിക്കൂട്ടുന്ന സാധനങ്ങളുടെ ചിലവ്. കാണിക്കാനൊന്നുമല്ല, ആവശ്യമുണ്ടായിട്ടാ. ഒരു വീടായാലും ഒരു ഫ്രിഡ്ജ് വേണം. വേണം, അതാവശ്യം തന്നെയാണ്. പക്ഷെ ഒരു മര്യാദ വേണം. 2 കിലോ പോത്തിറച്ചിയും 4 തേങ്ങാമുറിയും വെക്കാൻ എന്തിനടി 1 ലക്ഷം രൂപയുടെ ഫ്രിഡ്ജ്? ആവശ്യത്തിനുള്ളത് പോരെ? ഇത് നാട്ടുകാരെ കാണിക്കാൻ. അവളുടെ അതിനകത്ത് കുറേ സാധനം മേടിച്ച് വെക്കണം. എന്തെങ്കിലും വെച്ച് നിറച്ചാൽ മതിയോ? എന്നാ ഒരു കാര്യം ചെയ്യും, നീ എന്നെ ആ ഫ്രിഡ്ജ് കയറ്റി വയ്ക്കും. അങ്ങനെങ്കിലും അതുകൊണ്ടൊരു ഗുണമുണ്ടാകട്ടെ. ചെയ്യാണ്ടിരിക്കാമല്ലോ. ഈ കടം ഇങ്ങനെ മൂക്കുമുട്ട നിൽക്കുമ്പോൾ നിനക്ക് LED TV 40 ഇഞ്ച് തന്നെ വേണം അല്ലേ? അങ്ങനെ നീ പൊങ്ങച്ചം കാട്ടി കളയുന്ന പണത്തിൻ്റെ 4/1 മതി നമ്മുടെ മോളെ നല്ല നിലയെ കെട്ടിച്ചുവിടാൻ. അതൊന്ന് വളരട്ടെ. മനുഷ്യ, നിങ്ങൾ എന്ത് വേണേലും പറഞ്ഞോ. എൻ്റെ കുടുംബക്കാരെ കുറിച്ച് പറഞ്ഞോണ്ടല്ലോ. അപ്പോൾ കൊള്ളുന്നുണ്ടല്ലേ? നിന്റെ ഇഷ്ടാനിഷ്ടങ്ങൾക്ക് ലക്ഷങ്ങൾ ലോൺ എടുത്ത് ചെലവാക്കുന്ന ഞാൻ വഹിക്കുന്ന ബാധ്യത എന്താണെന്ന് നിനക്കറിയാമോ?
മരിച്ചുപോയ എൻ്റെ അച്ഛന് വേണ്ടി ഞാൻ 100 രൂപ ചെലവാക്കുന്നതാണ് നിനക്ക് പ്രശ്നം. ആ അത് തന്നെയാണ് പ്രശ്നം. നിങ്ങൾ എന്തോ ചെയ്യും? നിങ്ങൾ നോമ്പും പൂജയുമായിട്ടിരിക്കും. ഇറച്ചി കയറ്റരുത്, തിന്നരുത്. അതിന് ഞാനെന്ത് വേണം? ഓ, ഇത് ഒരു ദിവസത്തേക്കല്ലേ? ബാക്കി എല്ലാ ദിവസവും വെട്ടി പുഴുങ്ങിക്കോ. ഒരു ദിവസത്തേക്കല്ല, ഒരു മണിക്കൂറത്തേക്ക് പറ്റില്ല. നിങ്ങൾക്കിപ്പോൾ ഇത് ചെയ്യണമെന്ന് എന്താ ഇത്ര നിർബന്ധം? പെങ്ങന്മാരുണ്ടല്ലോ, പിന്നെ അനിയനൊരുത്തനില്ലേ, ഒരു ധിക്കാരി. അവൻ കൊടുക്കട്ടെ ഉരുള. എന്താ, അവൻ കൊടുത്താൽ തിന്നൂലേ നിങ്ങളുടെ പിതൃക്കൾ? അത് മതി. നാളെ എൻ്റെ അനിയത്തിയും കെട്ടിയവനും വരും. ഇവിടെ നിന്ന് പുറത്തിറങ്ങിയ നിങ്ങൾ വിവരമായി. ഇവിടെ നിന്ന് ഞാൻ നിങ്ങളെ ഇറക്കി വിടും. നീ മനഃപൂർവ്വം വിളിച്ചു വരുത്തുന്നതല്ലേടി അവളെ. അതെ, നീ പണത്തിന്റെ ഹുങ്ക് കാണിച്ചു, ഒരു കുഴപ്പമില്ല. അതിന് നിന്റെ സമ്പാദ്യം എടുക്കാത്ത എന്താ? ഞാൻ കഷ്ടപ്പെട്ട പൈസ എൻ്റെ കയ്യിലുള്ളത്. ഞാൻ പിന്നെ മാവേന്ന് പറയുന്നതാ. നിങ്ങൾക്ക് ശമ്പളമില്ലേ? അതുകൊണ്ട് എനിക്കെന്താ പ്രയോജനം? ഇന്ന് 100 രൂപ കൊടുക്കാൻ പോലും നീ സമ്മതിക്കുകയല്ലോ. ആദ്യമായി ഒരു പാസ്ബുക്ക് എൻ്റെ കയ്യിൽ വെച്ച് തന്നത് എൻ്റെ അമ്മയാണ്. ഓ, അവരുടെ സമ്പാദ്യത്തിന്റെ ഒരു പങ്കും അതിലുണ്ടായിരുന്നു. ഇന്ന് എൻ്റെ പേര് 10 രൂപയില്ല, കടം മൂക്കൊപ്പം. അത് നിങ്ങളുടെ കഴിവുകേട്. അതെ, ഞാൻ പാപ്പരായതിൽ നിന്റെ പങ്ക് വലുതാ. പപ്പാ, ഞാൻ ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കുന്നു. അവളും ഭർത്താവും ഇങ്ങോട്ട് വരണ്ടെന്ന് അവൾ ഉറക്കെ വിളിച്ചു പറഞ്ഞു. സാവിത്രി അവിടേക്ക് ശ്രദ്ധിച്ചു. എന്താ ഗോപി, എന്താ പ്രശ്നം? അകത്തു നിന്നും ചോദ്യമുയർന്നു. എന്തേ, ഇപ്പം നാക്കിറങ്ങിപ്പോയോ? ഞാൻ പോകുന്നില്ല, പോരെ, അയാൾ പറഞ്ഞു. അവൾ വിജയിച്ച മട്ടിൽ തറ ചവിട്ടിക്കുലുക്കി അകത്തേക്ക് കയറിപ്പോയി. അങ്ങനെ നിങ്ങളുടെ ദൈവത്തെ വിളിച്ച് ഇവിടെ ഒരു പുണ്യവും വേണം. സാവിത്രി ചെറിയ പുഞ്ചിരിയോട് കൂടി അത് നോക്കിയിരുന്നു. ഇത് പതിവാണ്, അതങ്ങനെ ഒരുത്തൻ. ആനന്ദേട്ടൻ്റെ ആത്മാവ് പണ്ടേ മോക്ഷം പ്രാപിച്ചിട്ടുണ്ടാവും. അല്ലെങ്കിൽ ഇതുപോലെ ഒരുപാട് അനുഭവം കണ്ടപ്പോൾ പിന്മാറിയതാവാം. ആനന്ദേട്ടൻ്റെ മരണശേഷം എല്ലാ വർഷവും മുടങ്ങാതെ തർപ്പണം ചെയ്തിരുന്നു. അത് മുടങ്ങിയിരിക്കുന്നു. അല്ല, മുടക്കിയിരിക്കുന്നു. ഭർത്താവ് സ്വന്തം അച്ഛന് ബലിയിട്ടാൽ ഒപ്പം ജീവിക്കുന്ന മരുമകളുടെ വ്യത്യസ്തനായ ദൈവം പിണങ്ങുമത്രേ. സാവിത്രിക്ക് ചിരി വന്നു. ദൈവങ്ങൾക്കും കുന്നായ്മ. ഒരുപക്ഷെ അവരവർ അവർക്കിഷ്ടമുള്ള സ്വഭാവത്തിലുള്ള ദൈവങ്ങളെ സൃഷ്ടിച്ചതുകൊണ്ടാകാം ഈ പ്രശ്നം. നാളെ കർക്കിടകത്തിലെ വാവാണ്. സ്വർഗവാതിൽ തുറന്ന് പിതൃക്കൾ രക്തബന്ധങ്ങളെ തേടിയെത്തുന്ന ദിവസം. ബലിക്കാക്കകളായി അവർ അന്നത്തിനായി കാത്തിരിക്കുന്ന ദിവസം. ഓർമ്മകളുടെയും സ്നേഹത്തിൻ്റെയും പരിഭവങ്ങളുടെയും പെരുത്ത ഭാണ്ഡക്കെട്ടുകളുമായി ഓരോ കർക്കിടക വാവിലും അന്നം നൽകി തിരിച്ചയക്കാൻ താൻ അരവിന്ദേട്ടനെ കാത്തിരുന്നതുപോലെ 4 മക്കളെ പെറ്റു വളർത്തിയ, അവർക്കു വേണ്ടി മാത്രം ജീവിച്ച താൻ ഇപ്പോൾ ഈ മാവിൻ്റെ കൊമ്പിൽ ഒരു പിടി ചോറിനായി കാത്തിരിക്കുകയാണ്. അവരൊക്കെ തന്നെ എപ്പോഴേ മറന്നിരിക്കുന്നു. ഇല്ലെങ്കിൽ വെള്ള പുതച്ച് തലക്കീഴിലെരിയുന്ന നാളികേരത്തിരിയുടെ നടുവിൽ സാമ്പ്രാണി പുകയുടെ ഗന്ധത്തിൽ മുങ്ങി പാതി തുറന്ന കൺപോളകൾക്കിടയിലൂടെ ഉപചാരമർപ്പിക്കാനെത്തിയ ബന്ധുജനങ്ങളെയും നാട്ടുകാരെയും കണ്ടങ്ങനെ താൻ നിശബ്ദം കിടക്കുമ്പോൾ അകത്തെ മുറിയിൽ മുൻപ് അരവിന്ദേട്ടൻ്റെ മരണത്തിന് വന്ന് മടങ്ങിയ ബന്ധുക്കൾ വീണ്ടും എത്തിച്ചേർന്ന് തമ്മിൽ കുശലം പറഞ്ഞു. അവരുടെ നടുവിൽ തൻ്റെ 2 പവൻ്റെ മാലയ്ക്ക് വേണ്ടി പെൺമക്കൾ തമ്മിൽ തർക്കിക്കുമ്പോൾ താൻ പണ്ടങ്ങോ പറഞ്ഞുവെന്ന് നുണ പറഞ്ഞ് അവകാശം സ്ഥാപിച്ച ഇളയ മകളുടെ കയ്യിൽ നിന്നും താനൊന്നും പ്രതീക്ഷിക്കുന്നില്ല. സ്വർണ്ണപ്പല്ലുള്ള ഭർത്തൃ സഹോദരൻ മധ്യസ്ഥത വഹിച്ച ആ തർക്കത്തിൽ മാലയ്ക്ക് വേണ്ടിയുള്ള തൻ്റെ പ്രതീക്ഷകൾ അവസാനിച്ചു എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാവണം മൂത്ത മകൾ തന്നെ ചിതയിൽ വെക്കുന്നതിന് മുമ്പ് തന്നെ എനിക്കിത് കാണാൻ വയ്യേ വലിയൊരു നിലവിളിയോടെ വീട്ടിലേക്ക് മടങ്ങിയത്. അന്ന് ഓർമ്മകൾ അവശേഷിപ്പിക്കാതെ ചിന്തകൾക്കൊപ്പം തൻ്റെ ചിതയും കത്തിയമർന്നു. നേരം പുലർന്നിരിക്കുന്നു. ഇന്നാണ് ആ ദിവസം. സാവിത്രി മരക്കൊമ്പിൽ നിന്നും താഴേക്ക് നോക്കി. കുളി കഴിഞ്ഞ് ഈറനോടെ മുറ്റത്തെത്തിയ ഗോപി തൻ്റെ നേരെയാണ് നോക്കുന്നത്. സാവിത്രിയുടെ ഉള്ളിൽ ഒരു വിങ്ങൽ അനുഭവപ്പെട്ടു. ഗോപി മുകളിലേക്ക് നോക്കി. കയ്യിലിരുന്ന ഈറത്തുണി അയാൾ ഉയർത്തി വീശി. ഹോ
ഷ്, ഹോ ആകെ, ഹോ ഷ്, ഷ്, ഹോ ഷു. ചിറക് വീശി അവിടെ നിന്നും പറന്നകന്നു. കണ്ണുകൾ നിറഞ്ഞിരുന്നു. ദൂരെ അരയാൽ കൊമ്പിലേക്ക് താണിറങ്ങി. കുറച്ചു നേരം അവിടെ ഇരുന്നു. അമ്മേ. സാവിത്രി ചുറ്റും നോക്കി. താഴെ ഈറനുടുത്ത് ഇടത് കാൽമുട്ട് തറയിലൂന്നി അനന്തു എള്ളുപുരണ്ട ഉരുളകൾ ഇലയിൽ നിരത്തി വെച്ച് വിളിക്കുന്നു. ഒരു പിടച്ചിൽ സാവിത്രിയുടെ നെഞ്ചിൽ അനുഭവപ്പെട്ടു. അവൻ്റെ മുടിയിൽ നിന്നും ഉതിർന്നിറങ്ങിയ വെള്ളത്തിനൊപ്പം കണ്ണുനീരും കൂടി ചേർന്ന് ഒന്നിച്ചൊഴുകി. കൈകൊട്ടി വിളിക്കുകയാണ് തൻ്റെ മകൻ. അവളുടെ കണ്ണുകൾ നിറഞ്ഞു. നന്മ നിലച്ചിട്ടില്ലാത്ത, ഓർമ്മ മരിച്ചിട്ടില്ലാത്ത ഒരു ബന്ധം ഇന്നും നിലനിൽക്കുന്നു. കാരണം അവന് മാത്രമാണ് തന്നെ നഷ്ടപ്പെട്ടത്. താൻ ഭൂമി ഉപേക്ഷിച്ചപ്പോൾ അവൻ മാത്രമാണ് അവിടെ ഒറ്റപ്പെട്ടത്. അവന് മുന്നിൽ പറന്നിറങ്ങി ബലിച്ചോറിൽ നിന്നും ഒരു ഭാഗമെടുക്കുമ്പോൾ ഗതിയില്ലാ കാലത്ത് ചോറ് ഉരുട്ടിത്തരുവാൻ വാശി പിടിക്കുന്ന കഥകൾക്കൊപ്പം താൻ വാരിക്കൊടുത്ത അത്താഴക്കലത്തിലെ അവസാന ഉരുള തനിക്ക് തിരിച്ചു തന്ന 10 വയസ്സുകാരൻ്റെ മുഖം മനസ്സിൽ തെളിഞ്ഞു. തലയുയർത്തി അവനെ നോക്കി. കണ്ണടച്ച് തൊഴുതു നിൽക്കുകയാണ് അവൻ. പിന്നെ ചിറക് കുടഞ്ഞ് നിറഞ്ഞ മനസ്സുമായി പറന്നുയർന്നു ആകാശത്തിൻ്റെ അനന്തവിഹായസിലേക്ക്, മോക്ഷത്തിൻ്റെ അങ്ങേ ലോകത്തേക്ക്.